السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ കാരുണ്യവും അവൻ നൽകുന്ന സമാധാനവും നമ്മിൽ ഓരോരുത്തരിലും സദാസമയവും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 47-ാമത് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിച്ചു തുടങ്ങുവാനുള്ളത് 84-ാമത്തെ ആയത്ത് മുതൽക്കാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചതുപോലെ മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് ഈ ഭാഗത്ത് പരാമർശിച്ച് കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും വിശദീകരിക്കപ്പെടുന്നത്. 84-ാമത്തെ ആയത്ത് وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ. 85-ാമത്തെ ആയത്ത് وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِّنَ الصَّالِحِينَ. 86-ാമത്തെ ആയത്ത് وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. ഈ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഈ ആയത്തുകളിലൊക്കെ ഉള്ള പരാമർശം എന്നുള്ളത്. കുറെ പ്രവാചകന്മാരുടെ പേരുകളാണ് ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകന്മാരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരയിൽ വന്ന പ്രവാചകന്മാരാണ്. അതാണ് ഇത്രയധികം പ്രവാചകന്മാരുടെ പേരുകൾ ഈ ഭാഗത്ത് ഒന്നിച്ച് പരാമർശിക്കാനുള്ള കാരണം. ഇവിടെ 17 പ്രവാചകന്മാരുടെ പേരുകൾ ഈ 3 ആയത്തുകളിലായി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചത്. അപ്പം 18 പ്രവാചകന്മാരുടെ പേരുകൾ 84 മുതലുള്ള ആയത്തുകളിലും അതിന്റെ തൊട്ടു മുമ്പായും പരാമർശിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ്, നാം അദ്ദേഹത്തിന് ദാനമായി നൽകി. വഹബ എന്ന വാക്കിന്റെ അർത്ഥം ഡൊണേഷൻ നൽകി. ഡൊണേഷൻ എന്നാണ് വഹബ്. വഹബ എന്ന വാക്കിന്റെ അർത്ഥം നൽകുക, അവാർഡ്, അതേപോലെ ഔദാര്യമായി നൽകുക. ഇതാണ് വഹബ എന്ന വാക്കിനർത്ഥം. വഹാബ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ,
അബ്ദുൽ വഹാബ്, ഒരുപാട് ഔദാര്യം നൽകുന്നവൻ എന്നാണ് അള്ളാഹുവിന്റെ അൽ വഹാബ് എന്ന വാക്കിന്റെ അർത്ഥം. വഹബ്ന, നാം ഔദാര്യമായി നൽകി, ലഹു അദ്ദേഹത്തിന്, ഇസ്ഹാഖ ഇസ്ഹാഖിനെയും വയഅഖൂബ യഅഖൂബിനെയും. മകനെ പറഞ്ഞു, മകന്റെ മകനെയും പറഞ്ഞു. ഇസ്ഹാഖിനെ പറഞ്ഞു, അതിനുശേഷം യഅഖൂബിനെ പറഞ്ഞു. രണ്ടുപേരും പ്രവാചകന്മാരാണ്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യഅഖൂബ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖിന്റെ മകനാണ് യഅഖൂബ് എന്ന് പറയുന്നത്. യഅഖൂബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അതുകൊണ്ടാണ് ബനി ഇസ്രായേൽ, ഇസ്രായേല്യർ എന്ന് യഅഖൂബ് നബിയുടെ ശേഷമുള്ള ആളുകൾക്ക് പറയപ്പെടുന്നത്. കുല്ലൻ ഹദൈന, അപ്പൊ ഇസ്ഹാഖ് നബിയെയും യഅഖൂബ് നബിയെയും വേറെ ആയത്തിൽ കാണാൻ നമുക്ക് ഇസ്ഹാഖ് നബിയെ സന്താനമായി നൽകുന്ന സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഇബ്രാഹിം നബിയുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചപ്പോ അതേ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, യഅഖൂബിനെയും താങ്കൾക്ക് നാം ഇസ്ഹാഖിന് ശേഷം നൽകുന്നതാണ്. യഅഖൂബ് എന്ന വാക്കിന്റെ അർത്ഥം അനന്തരമായി നൽകപ്പെടുന്നത് എന്നാണ്. അഖിബ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, ശേഷം വരുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം. വാക്കർത്ഥവും അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ പേരും അങ്ങനെയാണ്. ഇസ്ഹാഖ് നബിയുടെ ശേഷം വരുന്ന പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദുര്യത്തായിട്ട്, പൗത്രനായിട്ട് വരുന്ന സന്താനത്തെ സംബന്ധിച്ചാണ് ഇവിടെ യഅഖൂബ് നബിയെ പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കുല്ലൻ ഹദൈന, ഈ രണ്ട് പ്രവാചകന്മാരെയും അതേപോലെ നേരത്തെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, കുല്ലൻ എല്ലാവരെയും, ഹദൈന നാം നേർവഴിയിലാക്കിയിരിക്കുന്നു. ഹദാ നേർവഴിയിലാക്കി എന്നാണ് വാക്കിനർത്ഥം. വനൂഹൻ, പിന്നെ പറയുന്നത് വനൂഹൻ നൂഹ് നബിയെയും എന്നാണ്. നൂഹ് ഇബ്രാഹിം നബിക്ക് മുമ്പേ വന്ന പ്രവാചകനാണ്. ആദം നബി അലൈഹി ഇസ്ലാമക്ക് ശേഷം അറിയപ്പെട്ട ഏറ്റവും പ്രസിദ്ധനായ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. ഇസ്ഹാഖ് മകനെയും മകന്റെ മകനെയും പറഞ്ഞതിന് ശേഷം പിന്നീട് ഖുർആൻ എടുത്തു പറയുന്നത് നൂഹ് നബിയെ സംബന്ധിച്ചാണ്. അത് സൂചിപ്പിക്കാം എന്താണ് അതിന്റെ കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഹദൈന നാം ഹിദായത്ത് നൽകിയ, നേർവഴിയിലാക്കിയ ആളുകളിൽപ്പെട്ടവരാണ്. അപ്പൊ ഇനി പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക. ഒന്ന്, കുല്ലൻ ഹദൈന, എല്ലാവരും ഹിദായത്തിലായ ആളുകളാണ്, നേർവഴിയിലായ ആളുകളാണ്. ആരെയും ഏതെങ്കിലും പ്രവാചകനെ ആ പ്രവാചകന്മാർക്കുള്ള പ്രാധാന്യം കുറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ഒരാളേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എന്ന നിലക്ക് എല്ലാവരെയും തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണേണ്ടതാണ് എന്നുകൂടെയാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മിൻ ഖബിൽ, നേരത്തെ തന്നെ നാം ഹിദായത്ത് നൽകിയ നൂഹ് നബി അലൈഹിസ്സലാമയും ഉണ്ട്. ആ നൂഹ് നബി അലൈഹിസ്സലാമയുടെയും കഥ പറയുന്നു. അപ്പൊ ഇബ്രാഹിം നബി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ പ്രവാചകനാണ്, മകന്റെ മകൻ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാവായ നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. അപ്പോ പിതാക്കളെ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോഴും അവിടെ മഹാനായ ഒരു പ്രവാചകനെ നൂഹ് നബി അലൈഹിസ്സലാമയെ കാണാം. മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ പരിശോധിച്ചു നോക്കുമ്പോ അവിടെയും പ്രവാചകന്മാരെ കാണാൻ സാധിക്കുന്നതാണ്. അത്രയും മെച്ചപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന്. വമിൻ ദുർരിയത്തിഹി, അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ പെട്ടതാണ്. മിൻ പെട്ടതാണ്, അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽപ്പെട്ട എല്ലാ ആൾക്കാരെ പറ്റിയല്ല. അമിൻ ദുർരിയത്തിഹി, അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്നുള്ള ആളുകൾ ആരൊക്കെയാണെന്നറിയോ? അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ എന്ന് പറയുന്നത് അത് നൂഹ് നബിയാണ്, തൊട്ടടുത്ത് പറഞ്ഞ പ്രവാചകൻ. അപ്പൊ നൂഹ് നബിയുടെ സന്താനങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറയാം. അതിന്റെ മുമ്പ് പറഞ്ഞ പ്രവാചകൻ യഅഖൂബ് നബി അലൈഹിസ്സലാം, യഅഖൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് പറയാം.
ഇനി താഴോട്ട് പറയുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും യാക്കൂബ് നബിയുടെ സന്താനങ്ങളിൽ പെട്ടതല്ല, അങ്ങനെ വരുന്ന പക്ഷം അത് നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് എന്നും കൂടെ മനസ്സിലാക്കാം. അതാണ് ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു മുഅ്ജിസത്ത്, ഒരു വലിയ ഒരു കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ താഴോട്ട് പറയുന്ന പ്രവാചകന്മാരിൽ ചിലരെങ്കിലും യാക്കൂബ് നബിയുടെ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ഹാഖ് നബിയിലൂടെ യാക്കൂബ് നബിയിലൂടെ വന്ന ആ മക്കളുടെ പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാരല്ല. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇവരൊക്കെയും എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, വമിൻ ദുർരിയത്തിഹി, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടതാണ്. സാധാരണ ദുർരിയത്ത് എന്ന് പറയുന്നത് നേരെയുള്ള മക്കൾക്കല്ല എന്നാണ്, മക്കളുടെ മക്കൾക്കാണ് ദുർരിയത്തുൻ എന്ന് പറയാന്നാണ്. അത് പ്രയോഗങ്ങളിൽ അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ പറയാറുണ്ട്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ കൺകുളിർമ നൽകണമേ എന്ന് പറയുമ്പോ നേർക്ക് നേരെയുള്ള സന്താനങ്ങൾ മാത്രമല്ല, ആ സന്താനങ്ങളുടെ സന്താനങ്ങളിലൂടെയും കൺകുളിർമ ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കൺകുളിർമ ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം കടന്നു പോകുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ കൂടുതൽ കൺകുളിർമ ലഭിക്കുന്നവരായി ഉണ്ടാവുക മക്കളുടെ മക്കളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ദുർരിയത്തിന എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ആവശ്യം. ഏതായിരുന്നാലും പോട്ടെ, അമിൻ ദുർരിയത്തിഹി, അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ തന്നെയാണ് ഇതിൽ മലയാള പരിഭാഷകളിൽ സന്താനങ്ങളിൽപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് സാധാരണ ആ വാക്കിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് മക്കളുടെ മക്കൾ എന്ന അർത്ഥത്തിലുള്ള ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണ് പ്രധാനമായും ദുർരിയത്ത് എന്ന് തിരിച്ചറിയാം. ശരി, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിമുസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, മൂസ ഹാറൂൻ, മൂസാ നബിയും ഹാറൂനും ഒക്കെ ഈ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാകുന്നു. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് ഇഹ്സാൻ ചെയ്യുന്നവർക്ക്, നല്ലത് ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. എപ്രകാരമാണ് നൽകുന്നത്? എന്താണ് ഇവിടെ നൽകിയ പ്രതിഫലം? അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ പ്രവാചകന്മാരാണ്. ഇസ്മായിലിനെ ഇവിടെ എടുത്ത് പറഞ്ഞില്ല, അതിന് കാരണമുണ്ട്, പറയാം, അങ്ങോട്ട് വരാം. ഇസ്ഹാക്കിനെ പറഞ്ഞു, എന്നിട്ട് ഇസ്ഹാക്കിന്റെ മകൻ യാക്കൂബ് നബിയെ പറഞ്ഞു. പിന്നീട് യാക്കൂബ് നബിയുടെ ശേഷം വരുന്ന ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ എന്നിങ്ങനെ കുറെ പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞിട്ട് പറയാണ്, വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത്. അപ്പോ നേരിട്ട് കിട്ടും. ഇബ്രാഹിം നബിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അദ്ദേഹത്തിന് നൽകിയ മുഹ്സിനായ സദ്വൃത്തനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് മക്കളുടെ മക്കളിലൂടെ അവരുടെ ആ പരമ്പരകളിലൂടെ താഴോട്ട് ഒരുപാട് നല്ലവരായ പ്രവാചകന്മാരെ ഒക്കെ നൽകിയിട്ട് ആണ് അദ്ദേഹത്തിന് നാം ഇത്രയധികം പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. 85-ാമത്തെ ആയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രവാചകന്മാരുടെ പേരുകൾ ഇപ്പൊ നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇവിടെ ഓരോ ഗ്രൂപ്പായിട്ട് പറയാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, എന്താ കണ്ടത്? ഇസ്ഹാഖ് യാക്കൂബ് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം? അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം, മകനും മകന്റെ മകനാണ്. പിന്നീട് ദാവൂദ്, സുലൈമാൻ പറഞ്ഞു. അങ്ങനെ ആ ഗ്രൂപ്പ് പറയാൻ എന്താ കാരണം? അയ്യൂബ, യൂസുഫ, മൂസ, ഹാറൂൻ എന്നിങ്ങനെ ആ ആയത്തിൽ സൂചിപ്പിക്കപ്പെടാൻ എന്താണ് കാരണം എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളിലായി നമ്മൾ വിശദീകരിക്കുന്ന ഇൻഷാ അല്ലാഹ് പരിശോധിക്കുന്നതാണ്. പോട്ടെ. വസക്കരിയ വയഹ്യ വഈസ വഇല്യാസ് കുല്ലും മിനസ് സാലിഹീൻ. സക്കരിയ നബിയും യഹ്യ നബിയും ഈസാ നബിയും ഇല്യാസ് നബിയും ഇവരൊക്കെ ആ പരമ്പരയിൽപ്പെടുന്ന ആളുകളാണ്. ഈസാ നബി എന്ന് പറയുന്നത് നമുക്കറിയാം, ബാപ്പയുടെ
പിതാക്കന്മാരുടെ ആ പരമ്പരയിലൂടെ വരുന്ന ഒരു പ്രവാചകനല്ല. പക്ഷെ അവസാനെത്തുമ്പോ ഇമ്രാൻ എന്ന് പറയുന്ന അവരുടെ മകളായിട്ട് ജനിക്കുന്ന മറിയം ബീവിയെ സംബന്ധിച്ച് പറയുമ്പോ ഇമ്രാൻ എന്നുള്ളത് ഈ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ പെടുന്ന ആള് തന്നെയാണ്. നമുക്ക് അത് കാണാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ശ്രദ്ധിക്കണം. കുല്ലും മിനസ് സ്വാലിഹീൻ, എല്ലാവരും സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് കേട്ടോ. നമ്മൾ സാധാരണ ദുആ ചെയ്യാറില്ലേ, അള്ളാഹുവെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലാക്കണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ പ്രവാചകന്മാരുടെ, ഈ വളരെ പ്രധാനപ്പെട്ട ഈ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോകാനുള്ള അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കണേ എന്നുള്ള നിലക്കാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. കുല്ലും മിനസ് സ്വാലിഹീൻ, അവരെല്ലാം സജ്ജനങ്ങളിൽപ്പെട്ടവരത്രേ. അടുത്ത ആയത്ത് 56. ഇസ്മായിൽ, ഇവിടെയാണ് ഇസ്മായിൽ നബിയെ പറയുന്നത്. യൂനുസും വലൂത്ത ലൂത്തും വകുല്ലം ഫദ്ദൽനാ അലൽ ആലമീൻ, എല്ലാവരെയും നാം ലോകരിൽ വെച്ച് ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അവരെല്ലാവരെയും നാം ലോകരിൽ വെച്ച് ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ആരൊക്കെ ലോകരിൽ വെച്ച് ശ്രേഷ്ഠരാണ്? അഫ്ദലുൽ ഖൽഖ് എന്നാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ്. എന്നാൽ ഈ ആയത്തിൽ കുറെ പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ട് കുല്ലൻ, എല്ലാവരെയും, നേരത്തെ ആയത്തിലുണ്ട് കുല്ലുൻ, അതിന് മുമ്പുള്ള ആയത്തിലുണ്ട് കുല്ലൻ ഹദൈന, എല്ലാവരെയും നാം നേർമാർഗത്തിലാക്കിയിരിക്കുന്നു, എല്ലാവരും സ്വാലിഹികളിൽപ്പെട്ടവരാണ്, എല്ലാവരെയും നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഫദ്ദൽന, നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, അലൽ ആലമീൻ, ലോകരേക്കാൾ, ലോകരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠര. ലോകരെന്ന് പറയുമ്പോ ആരൊക്കെ ഉണ്ടാകാം? ലോകത്ത് എന്തൊക്കെയുണ്ട്, എന്തെല്ലാം ഏതൊക്കെ വിധത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ വെച്ച് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഈ പ്രവാചകന്മാർ എന്ന് പഠിപ്പിക്കുമ്പോ ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം. അങ്ങോട്ട് വരാൻ ഇൻഷാല്ലാഹ്. ശരി, നമ്മള് ഇവിടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഇസ്ഹാഖ് യഅ്കൂബ് എന്നാണ്. തൗഹീദ് സ്ഥാപിക്കുന്നതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രബോധന മാർഗങ്ങൾ അദ്ദേഹത്തിന്റെ കാലശേഷം ലോകാവസാനം വരെ തുടർന്ന് നടക്കത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലും മറ്റുമായി പ്രവാചകത്വ ശൃംഖല അള്ളാഹു നിലനിർത്തി അനുഗ്രഹിച്ച ഒരു മഹത്തായ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ മുമ്പ് തന്നെ പ്രസ്തുത വിഷയത്തിൽ 950 വർഷക്കാലം അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവായ നൂഹ് നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പ്രത്യേകം ഇവിടെ എടുത്ത് അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം നബിയേക്കാൾ കൂടുതൽ കാലം ജീവിച്ച, പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയ, തൗഹീദിന് വേണ്ടി നിലകൊണ്ട മഹാനായ പ്രവാചകൻ നൂഹ് നബിയുടെ ചരിത്രവും ഈ ആയത്തിൽ തന്നെ കുല്ലൻ ഹദൈന വനൂഹൻ ഹദൈന, നൂഹ് നബിയെ പ്രത്യേകം നാം ഇങ്ങനെ നേർമാർഗത്തിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ശരി, ഇത് ആദ്യം ഇസ്ഹാഖിനെയും യാക്കൂബിനെയും പറയാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കി. എന്താണ്? ഒന്ന് മകനാണ്, ആ മകന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇസ്മായിൽ എന്ന പേര്, ഇസ്മായിൽ അലൈഹിസ്സലാം ജനിക്കുന്നത് ഇബ്രാഹിം നബിയുടെ 86-ാമത്തെ വയസ്സിലും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത് ഇബ്രാഹിം നബിയുടെ 89-ാമത്തെ വയസ്സിലും എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. സൂറത്തു സാഫാത്തിലാണ് ഇസ്മായിൽ നബിയെ സംബന്ധിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുള്ളത്. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. നാട്ടുകാരും രാജാവും പിതാവുമൊക്കെ ഇബ്രാഹിം നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ അദ്ദേഹം പറയാ, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോവുക, അവൻ എനിക്ക് മാർഗദർശനം നൽകും,
റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ആ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവ് ഒഴിവാക്കി, നാട്ടുകാരെ ഒഴിവാക്കി, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഒറ്റയാനായി പോകുമ്പോ അദ്ദേഹം ആ യാത്രയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അള്ളാഹുവെ സ്വാലിഹീങ്ങളെ നിന്ന് എനിക്ക് നീ നൽകണമേ. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണിത്. റബ്ബി ഹബുല്ലി മിനസ് സ്വാലിഹീൻ, സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ വാചകമാണിത്. സന്താനങ്ങളില്ലാത്ത ആളുകൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. റബ്ബി ഹബുലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നിന്നും പടച്ചവനെ നീ എനിക്ക് സന്താനമായി നൽകണമേ എന്ന് പറയുമ്പോ സ്വാലിഹായ സന്താനങ്ങളാണ് ജീവിതത്തിന് എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ള നിലക്കാണ് ആ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഹലീമായ സഹനശീലനായ ഒരു സന്താനം നിങ്ങൾക്കിതാ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അള്ളാഹു ഇബ്രാഹിം നബിയെ അറിയിക്കുന്നു. എന്നിട്ട് ആ കഥ പിന്നെ തുടങ്ങുന്നത് ഫലമ്മാ ബലഗ മഅഹു സഇയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അങ്ങനെ ആ സന്താനം അദ്ദേഹത്തിന്റെ കൂടെ നടക്കാറായപ്പോ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കണ്ട കാര്യം മകനെ അറിയിക്കുകയാണ്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, പൊന്നു മകനെ, ഞാൻ ഉറക്കിൽ കണ്ടിരിക്കുന്നു നിന്നെ അറുക്കുന്നതായിട്ട്, അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറ, എന്താണ് നീ പറയുന്നത്, അത് സംബന്ധമായി നിനക്കെന്താ പറയാനുള്ളത്? ഖാല യാ അബതി ഫഅൽ മാ തുഅമർ, പൊന്നുപ്പ നിങ്ങളോട് എന്താണോ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെ ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സബർ ഉള്ള സ്വാബിരീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മറുപടി പറയുന്ന കഥകൾ അവിടെയുണ്ട്. ഇതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ജനനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവവുമായി സൂറത്തു സാഫാത്തിൽ അള്ളാഹു വിശദീകരിക്കുന്ന കാര്യം. ഇവിടെ ഇപ്പൊ ഈ ആയത്തിൽ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ ഇത് ഇസ്മായിൽ നബിയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം പ്രത്യേകം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇവിടെ ഈ ആയത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കഥ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിച്ചു. അതടക്കമാണ് നമ്മൾ 17 പ്രവാചകന്മാരെ ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചത്. 18ാമത്തെ പ്രവാചകൻ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെയാണ്. അപ്പൊ ഈ സൂറത്തിൽ 18 പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ആകെ ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിരിക്കുന്നത് 25 ആളുകളുടേതാണ്. 18 കഴിഞ്ഞ് ബാക്കി 7 പ്രവാചകന്മാരുടെ പേരുകൾ മാത്രമാണ് മറ്റു സൂറകളിലായി വന്നിട്ടുള്ളത്. ആ പ്രവാചകന്മാർ ആരാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഊഹിച്ചാൽ തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അതിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ശരി, നൂഹ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിയുടെ പൂർവ്വപിതാക്കളിൽ ഒരാളായത് കൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖബ്ല് എന്ന് പ്രത്യേകം പറഞ്ഞത്. മിൻ ഖബ്ല് എന്ന് ആയത്തിൽ പ്രത്യേകം ഹദൈനാ മിൻ ഖബ്ൽ, നേരത്തെ തന്നെ നാം ഹിദായത്ത് നൽകിയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നൂഹ് നബി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. തൗഹീദിന്റെ പ്രബോധന പാരമ്പര്യം ഇബ്രാഹിം നബിയുടെ സന്തതികളിലും പിൻഗാമികളിലും മാത്രമല്ല പിതാക്കളിലും ഉണ്ടായിരുന്നു എന്നാണ് ഇതിലടങ്ങിയ സൂചന. അപ്പൊ നൂഹ് നബിയെ എന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ സന്താനങ്ങളിൽ മാത്രമല്ല, അത് പിതാക്കൾ ഇബ്രാഹിം നബിയുടെ പിതാക്കളിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിലക്കാണ്. ഇനി ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പര ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ ഈ ഒരു ഞാനിപ്പോ കാണിക്കുന്നുണ്ട്, ഈ സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ നോട്ട്സ് ഞാൻ അയക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ നോക്കണം. ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ സന്താനം ഇസ്മായിലാണ്. പക്ഷെ ഇസ്മായിൽ അലൈഹിസ്സലാമയിൽ ഒരേ ഒരു പ്രവാചകനാണ് വന്നിട്ടുള്ളത്. അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഇസ്ഹാഖ് നബിയെ പറഞ്ഞ് യഖൂബ് നബിയിലൂടെ കുറെ ആ പ്രവാചകന്മാരുടെ പേരുകൾ അവിടെ എടുത്തു പറഞ്ഞത്. ഇസ്ഹാഖ് നബിയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത്
അതിന്റെ കൂടെ ഇസ്മായിൽ നബിയെ കൂട്ടി പറഞ്ഞില്ല. അതേപോലെ ഈ 18 ആളുകളെ പരാമർശിച്ചെടുത്ത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പറഞ്ഞില്ല. കാരണം ഈ ആയത്ത് ഓതിക്കൊടുക്കുന്നത് അന്ത്യപ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ പേര് പ്രത്യേകം അവിടെ പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും തന്നെ അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇസ്മായിൽ നബിയിലൂടെ വന്നത് ഒരേ ഒരു പ്രവാചകനാണ്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന അറിയാൻ പോകുന്ന ഈ പ്രവാചകന്മാരെല്ലാവരും നിർവഹിച്ച ആ ദൗത്യത്തിന്റെ തുടർച്ചയെന്നോണമാണ് അന്ത്യപ്രവാചകന് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നത് എന്ന് നമ്മൾ കാണുന്നു. ശുഐബ് നബി, അത് ഇബ്രാഹിം നബിയുടെ മദിയൻ എന്ന ഒരു മകനിലൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ 4ാമത്തെ മകന്റെ മകനായി വന്നിരിക്കുന്ന പ്രവാചകനാണ് ശുഐബ് നബി അലൈഹിസ്സലാം. ഇനി നമ്മൾ നോക്കുന്നത് ഇസ്ഹാഖ് നബിയാണ്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ 2ാമത്തെ സന്താനം ഇസ്ഹാഖ് നബി. അതിലൂടെ പിന്നെ ഇസ്ഹാഖ് നബിയിലുണ്ടായ സാറഹ് അല്ലെങ്കിൽ എന്നുള്ള സന്താനത്തിലൂടെ വരുന്ന ഒരു പ്രവാചകനുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാം. അതേപോലെ ദുൽകിഫിൽ, അതൊക്കെ ഇസ്ഹാഖ് നബിയുടെ സാറഹ് എന്ന സന്താനത്തിലൂടെ വരുന്ന പ്രവാചകന്മാരാണ്. ഇസ്ഹാഖ് നബിയുടെ ഒരു സന്താനമാണ് യാക്കൂബ് നബിയുടെ ലാവി എന്ന ഒരു സന്താനത്തിലൂടെ വരുന്ന ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബിയുടെ സഹോദരനാണ് ഇമ്രാൻ ഇതിലൂടെ പിന്നെ വന്നിട്ടുള്ള മൂസാ നബിയുടെ സഹോദരനാണ് ഹാറൂൻ എന്ന് പറയുന്നത്. അതിലൂടെ ഹാറൂന്റെ മക്കളിലൂടെ തന്നെ വരുന്ന മറ്റൊരു പ്രവാചകനാണ് ഇല്യാസ് എന്ന് പറയുന്നത്. യാക്കൂബ് നബിയുടെ ബിന്യാമീൻ എന്ന മകനിലൂടെ വരുന്ന ഒരു പ്രവാചകനാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബിയുടെ നേരെ ഒരു മകനാണ് യൂസുഫ്. നേരിട്ടുള്ള മക്കൾ യൂസുഫാണ് അത് ആ ഒരു പ്രവാചകനായിട്ടുണ്ടായിരുന്നത്. യൂസുഫിലൂടെ വരുന്ന സന്താന പരമ്പരയിലൂടെ വരുന്ന ഒരു പ്രവാചകനാണ് അല്യസ്. അതേപോലെ അതിലൂടെ തന്നെ യൂസുഫ് നബിയുടെ സന്താന പരമ്പരയിലൂടെ വരുന്ന മറ്റൊരു പ്രവാചകനാണ് യൂഷ എന്ന് പറയുന്നത്. യാക്കൂബ് നബിയുടെ യഹൂദ എന്ന മകനിലൂടെ ഉണ്ടായ ഒരു പ്രവാചകനാണ് ദാവൂദ് നബി. ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. സുലൈമാൻ നബിയിലൂടെ വരുന്ന ഒരു പ്രവാചകനാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാം. സക്കരിയ നബിയിലൂടെ വരുന്ന പ്രവാചകനാണ് യഹിയ അലൈഹി ഇസ്ലാം. അതേപോലെ സുലൈമാൻ നബിയുടെ ആ പരമ്പരയിലൂടെ തന്നെ വന്ന് ഇമ്രാനിൽ എത്തുമ്പോ ഇമ്രാനിന്റെ മകൾ മറിയമിലൂടെ വരുന്ന ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ നമ്മൾ കണ്ടു ഇവിടെ വന്ന 17 പ്രവാചകന്മാരുടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഇസ്ഹാഖിലൂടെ വന്നിട്ടുള്ള ഇസ്ഹാഖ് നബി അടക്കം 16 പ്രവാചകന്മാരും ആ പരമ്പരയിലൂടെ വന്നിട്ടുള്ള പ്രവാചകനാണ്. മറ്റത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിലൂടെ വന്ന ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ 19 പ്രവാചകന്മാരുടെ പേരുകൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഈ ആയത്തിൽ കണ്ട ഈ ഗ്രൂപ്പ് ആക്കിയിരിക്കുന്ന ഇതിന് കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട് പിന്നെ പണ്ഡിതന്മാർ, പരിശുദ്ധ ഖുർആൻ പിന്നെ അതിന്റെ പരിഭാഷ എഴുതിയ തഫ്സീർ എഴുതിയ ആളുകൾ മുഫസ്സിറുകളൊക്കെ ചില കാരണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ദാവൂദ് വസുലൈമാൻ എന്ന് പറഞ്ഞപ്പോ അതിന് ആ രണ്ടും ഒന്നിച്ചു പറയാൻ കാരണം അൽ മുൽക്ക് വൽ സുൽത്താൻ വൽ ഖുദ്റ, രാജാക്കന്മാരായിരുന്നു, അതേപോലെ പ്രവാചകന്മാരായിരുന്നു, ഒരുപാട് അധികാരങ്ങളുള്ള ആളായിരുന്നു ദാവൂദും സുലൈമാനും. അതുകൊണ്ട് ഒന്നിച്ചു പറഞ്ഞു. അയ്യൂബ് നബി അലൈഹി സ്വലാം അൽ ബലാ ഷദീദ് വൽ മിഹ്നത്തുൽ അദീമ, വലിയ പരീക്ഷണം, വലിയ പ്രയാസം, വലിയ രോഗം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്ന ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. അതേ ആയത്തിൽ തന്നെയാണ് യൂസുഫ് നബിയെയും പറ്റി പരാമർശിക്കുന്നത്. യൂസുഫ് നബിയെ ഈ ആയത്തിൽ തന്നെ പറയാനുള്ള കാരണം എന്നുള്ള നിലയ്ക്ക് അവർ പറയുന്നത് ദാവൂദ് നബിയെ പോലെ സുലൈമാൻ നബി അലൈഹി പോലെ അധികാരമുള്ള ആ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ
ഭരണകർത്താവായിരുന്ന വ്യക്തിയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം. അതേ ആയത്തിൽ ഇത് അയ്യൂബ് നബിയെ സംബന്ധിച്ച് പറഞ്ഞ അതേ ആയത്തിൽ തന്നെ യൂസുഫ് നബിയെ സംബന്ധിച്ച് പറയാനുള്ള കാരണം യൂസുഫ് നബിയുടെ ചെറുപ്പകാലത്ത് തുറുങ്കിലകപ്പെട്ടത് ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങളിൽ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് അയ്യൂബ് നബിയെ പോലെ തന്നെ അതേ ആയത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിയെ പരാമർശിക്കപ്പെടാനുള്ള കാരണമെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ മൂസ ഹാറൂൻ, ആ മൂസയും ഹാറൂനും ഒരുപാട് മോചിതത്തുകൾ നൽകപ്പെട്ട അത്ഭുതങ്ങളായ ഒരുപാട് തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ, ആ സമൂഹത്തിന്റെ മുമ്പിൽ നിരത്തിയ ഫറോവ ഒക്കെ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന രംഗങ്ങളൊക്കെയുള്ള, എന്നാൽ ഒരുപാട് കടുത്ത പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന രണ്ട് ആളുകളാണ് മൂസ ഹാറൂൻ എന്നുള്ളത്. അവർ സഹോദരങ്ങളാണ്. മാത്രല്ല ആ രണ്ടുപേരും ഒന്നിച്ചാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിമഹത്തരമായ മോചിതത്തുകളാണ്, ശക്തികളാണ് അവർക്ക് അള്ളാഹു നൽകിയത്. ആ നിലക്കാണ് അതുകൊണ്ട് അവരെ ഗ്രൂപ്പായി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാണ്. പിന്നെ സക്കരിയ, യഹിയ, ഈസ, ഇല്യാസ്, ഇതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്ന ഒന്നിച്ച് പറഞ്ഞിരിക്കുന്ന 4 പ്രവാചകന്മാർ. ഇവരെ സംബന്ധിച്ച് പണ്ഡിതനും പറഞ്ഞിരിക്കുന്നത്, ഇവരെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സുഹൃദിന്റെ, അതേപോലെ ദുനിയാവിനോടുള്ള എല്ലാവിധ ദുനിയാവിനായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളല്ല. ഈ സുഹൃദു ശദീദ്, വിരക്തിയും അതേപോലെ പടച്ചവനായിട്ടുള്ള കൂടുതൽ തഖ്വയും ആ ജീവിതവും അങ്ങനെയുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അള്ളാഹുമായി ഏറെ അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് പഠിപ്പിക്കുകയും അതിന് മാതൃകാ പുരുഷന്മാരായി ജീവിക്കുകയും ഒക്കെ ചെയ്ത പ്രവാചകന്മാർ എന്നുള്ള നിലക്കാണ് ആ 4 പ്രവാചകന്മാരുടെയും പേര് ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അള്ളാഹു ആലം. ഏതായിരുന്നാലും അങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു പോയ കാര്യം നമ്മൾ ഇവിടെ എടുത്തു പറയുന്നു എന്ന് മാത്രം. ഇസ്മായിൽ, യൂനസ്, ലൂത്ത്, ഈ പ്രവാചകന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാമെ സംബന്ധിച്ചൊക്കെ ഖുർആനിൽ കുറെ തവണ പറഞ്ഞിട്ടുണ്ട്, 27 തവണ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമാണ് പേരാണ് ഏറ്റവും കൂടുതൽ ഖുർആനിൽ പറഞ്ഞത്, 131 തവണ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പേര് 62 തവണ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം 50, ഹൂദ് 42, സ്വാലിഹ് 9 തവണ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ മാത്രമാണ് പറഞ്ഞത്. ലൂത്ത് നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് 27 തവണ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമെ സംബന്ധിച്ചിടത്തോളം 24 തവണ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ അതിലും കുറവാണ്. ഇസ്ഹാഖ് 15, ഇസ്മായിൽ 12, ദാവൂദ് 16, സുലൈമാൻ 16, ഇങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനിൽ പരാമർശിച്ചത്. പക്ഷെ ഈ പ്രവാചകന്മാരുണ്ടല്ലോ, ഏത് അവസാനം ഗ്രൂപ്പായി പറഞ്ഞ ഇസ്മായില്, യൂനുസ്, ലൂത്ത്, ഈ പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ലം യബ്ഖ ലഹും ഫീമാ ബൈനൽ ഖൽഖി അത്ബാഉൻ വഅശിയാഉൻ എന്നാണ്. ഇവരുടെയൊക്കെ ഏതെങ്കിലും അനുധാവനം ചെയ്യുന്ന അവരുടെ അനന്തരവർ, അവരുടെ പിൻഗാമികളായി ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു തലമുറയെ നമുക്കെവിടെയും കാണുവാൻ സാധിക്കുന്നില്ല. മാത്രല്ല ലൂത്ത് നബി അലൈഹി സ്വലാമെ സംബന്ധിച്ചിടത്തോളം പറ്റി പറഞ്ഞിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ലൂത്ത് നബിയോട് അവര് വലിയ ഒരു ശിക്ഷ വരുമ്പോ, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ വലിയ ശിക്ഷ വരും, ഭൂമി ഒന്നായിട്ട് കീഴ്മേലായി മറിയും, ആ തടാകം, അവിടെയുള്ള കടലൊക്കെ അതൊക്കെ അതിന്റെ രൂപം മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, ലൂത്തെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും പോയിക്കോളൂ, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോളൂ, ആ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ പലതും സംഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആളുകളെയും കൂട്ടി നിങ്ങൾ സ്ഥലം വിട്ടോളൂ എന്ന് പറയുന്ന ഖുർആൻ തന്നെ പിന്നീട് പറയുന്നത് ആരുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ എന്നാണ് അള്ളാഹു അവിടെ തന്നെ എടുത്തു പറയുന്നത്. അപ്പോ ഈ യൂനുസ് നബിയുടെ കഥയും അങ്ങനെ വ്യത്യസ്തമല്ലല്ലോ.
യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട കഥകൾ നമുക്കറിയാലോ. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഒരുപാട് കാലം പ്രബോധനം നടത്തിയിട്ട് ഒരാൾ പോലും അദ്ദേഹത്തിൽ വിശ്വാസിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു മനപ്രയാസത്തിലാണ് അദ്ദേഹം നാട് വിട്ടു പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്ന ആ കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞത് എന്തായിരുന്നാലും കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, കൃത്യമായ അതിനുള്ള വിശദീകരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഈ നിലക്ക് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ മൂന്നായത്തുകൾ നമ്മൾ ഒന്നിച്ചാണ് വിശദീകരിച്ചു പോകുന്നത്. കുറെ പ്രവാചകന്മാരെ നമ്മൾ കണ്ടു. ആ പ്രവാചകന്മാരെ ഏതൊക്കെ പ്രവാചകന്മാർ ഏതൊക്കെ വഴിയിലൂടെയാണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇസ്മായിൽ നബിയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം അവസാനത്തിലാണ് ഇസ്മായിൽ നബിയെ സംബന്ധിച്ച് പറഞ്ഞത്. തുടക്കത്തിൽ ഇസ്ഹാഖ് നബിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ വിശദീകരണങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതേയുള്ളൂ. പിന്നെ ലൂത്ത് നബി എന്ന് പറയുന്നത് ലൂത്ത് നബിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ലൂത്ത് എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകനല്ലല്ലോ. ആരാണ് ലൂത്ത് നബി അലൈഹി സ്വലാം? ഇബ്രാഹിം നബിയുടെ സമകാലികനായ ഒരു പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹി സ്വലാം. ആ നിലക്ക് വമിൻ ദുർരിയത്തിഹി, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആള് എന്ന് പറയുമ്പോ അത് ആരുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്? അതിനിടയ്ക്ക് നൂഹ് നബിയെ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടത് എന്ന് പറയുമ്പോ അപ്പൊ നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ലൂത്ത് നബി അലൈഹി സ്വലാം. അങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ആ ആയത്തിന്റെ പരാമർശം എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ ആയത്തിന്റെ ബാക്കി ഭാഗം കുറച്ചുകൂടെ നമുക്ക് ചെറിയ വിശദീകരണങ്ങളുടെ ആവശ്യമാണ്. അടുത്ത ആഴ്ചയിൽ പരാമർശിക്കാം എന്ന് വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.